താങ്ക്സ് ഫോർ സപ്പോർട്ട് എന്നൊക്കെ വയ്ക്കുന്നു. അത് ഇപ്പോൾ വന്നില്ല. ശാരിക മേനോൻ നമസ്കാരം. രാഹുൽ രവി ഹായ് നമസ്കാരം മോനെ. ഗീതാ ജയരാജ് എന്താണ് കുറച്ച് ദിവസമായില്ലേ എന്ന്. നമസ്തേ നമസ്തേ ദേവി നമസ്തേ. അതായത് കുറച്ച് ദിവസമായി ലൈവ് വന്നിട്ട് കുറച്ച് പ്രോഗ്രാമിൻ്റെ തിരക്കും പിന്നെ കുറേ തെറികളൊക്കെ ഓരോരുത്തർ അയക്കുന്നതൊക്കെ വായിച്ച് പഠിക്കണ്ടേ അതൊക്കെ. അങ്ങനെ കുറച്ച് തിരക്കായിപ്പോയി. ബാബു നമസ്കാരം നമസ്കാരം. ബാബു റിനി നമസ്കാരം. രതീഷ് കുമാർ നമസ്കാരം. നമസ്കാരം മോനെ. സതീഷ് നമസ്കാരം. ഗൗരവ് നമസ്കാരം. ശാരിക ഹായ് ഗൗരവ്. പ്രീത നമസ്കാരം. വെറുതെ വന്നത് ലൈവിൽ എന്തെങ്കിലുമൊക്കെ പറയണ്ടേ. ബാബു വാച്ച് ചെയ്യുന്നുണ്ടോ? വളരെ നന്ദി. ബാബു ഇങ്ങനെ വരാറില്ല അല്ലേ, യാദൃശ്ചികമായിട്ട് വന്നേക്കും. രതീഷ് നമസ്കാരം. രാജീവ് നമസ്കാരം. വിജയൻ നമസ്കാരം. സന്തോഷ് നമസ്കാരം. ദേവി സനിൽ കുമാർ നമസ്തേ നമസ്തേ മോളെ. എന്നെ പ്രത്യേകിച്ച് ഇനിയിപ്പോൾ പരിചയപ്പെടുത്തണം. നിങ്ങളൊക്കെ കാണുന്നുണ്ടല്ലോ ഫേസ്ബുക്കിൽ തെറി വിളിക്കട്ടെ. ഞാനും കുറച്ചൊന്ന് പ്രതികരിച്ചു. അപ്പോൾ പിന്നെ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവർ പറഞ്ഞു, വളരെയധികം നമുക്ക് വേണ്ടപ്പെട്ട എല്ലാവരും പറയും. എല്ലാവരും എന്നെ എല്ലാവർക്കും വിളിക്കാൻ പറ്റുമല്ലോ. സുരേഷ് നമസ്കാരം. സർല രാജൻ നമസ്കാരം. പ്രവീൺ കുമാർ. പ്രീത നമസ്തേ. സുരേഷ് നമസ്തേ. വിനോദ് നമസ്തേ. നല്ല ഇഷ്ടമാണ്. ഗുഡ് ബൈ. നല്ല കാര്യം. നിങ്ങൾ ഫേസ്ബുക്കിലും അതിലും കാണുമ്പോൾ ഒന്നും കണ്ട് തന്നെ അതിൽ ചിത്രീകരിച്ച് ഉറപ്പാക്കല്ല കേട്ടോ. ആ ടീച്ചർ അങ്ങനത്തെ ടൈപ്പാണ്. ഇവനൊന്നും വേറെ പണിയൊന്നുമില്ല, മനസ്സിലായോ? ഓരോന്ന് ഇറങ്ങിയിട്ടുണ്ട് കുറേ. രാജീവ് ലക്ഷ്മി അജീഷ് നമസ്കാരം. ദീപ ജയകുമാർ. രാജീവ് നമസ്തേ മോനെ. ശ്രീദേവി നമസ്തേ. സന്തോഷ് സുഖമായിരിക്കണോ? സുഖം. വായിക്കുമ്പോഴത്തേക്കും കയറി പോകണം. ശ്രീകുമാർ. അതന്നെ മല്ലികയെ കുറിച്ച് പറഞ്ഞത് ആർക്കും ഇഷ്ടപ്പെട്ടില്ല. എന്നെ പറഞ്ഞിട്ടല്ലേ ഞാൻ പറഞ്ഞേ. അവർക്ക് എന്താ അറിയാം എന്നെ. സുരേഷ് കുമാർ നമസ്തേ. മല്ലിക സുകുമാരനേക്ക് ജയ് ഇരുന്നോട്ടെ, കുഴപ്പമില്ല. ഞാൻ ജയ് വിളിച്ചില്ല ആർക്കും.
കേട്ടാ. ജയ് വിളിച്ചോ നിങ്ങൾ, എനിക്കെന്ത് ഇവിടെ. അതെ അതാ മോൻ്റെ അമ്മയ്ക്ക് സുഖാണോടാ? ഏ അമ്മയ്ക്ക് പേരുണ്ടാടാ നിൻ്റെ? ഓ മല്ലിക സൂബാനെ പൊക്കി പിടിച്ചോണ്ട് നടക്കണ്. പിടിച്ചോണ്ട് നടന്ന് എനിക്കിവിടെ എന്തോന്നാ ഒരു കുഴപ്പമില്ല കേട്ടാ. എന്നെ പറഞ്ഞാൽ ഞാൻ തിരിച്ചു പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു. നമസ്തേ. എന്തൊക്കെ പറഞ്ഞാലും ഒരു കുഴപ്പമില്ല. നാഗയ്ക്ക് എന്ത് കുഴപ്പം? നാഗയ്ക്ക് അങ്ങനെ സാധാരണ ഒരു കുട്ടി, അത്രയേ ഉള്ളൂ. നീത ജോസഫ് നമസ്കാരം. നാഗയെ കണ്ടു എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് കുറേ ചീത്ത. എന്തിനത്? ഓള് വന്നതാണ് ഇടയ്ക്ക് കേട്ടാ. അലക്സാണ്ടർ ഹലോ, ആരാന്നാ? എന്താ അങ്ങനെ ചോദിക്കണേ? ചേച്ചി അടിപൊളി, പ്രതിരോധം തകർക്കുന്നുണ്ടോ? കുറേ കീടങ്ങൾ. അത് തന്നെ കീടങ്ങളെന്നേ. ഈ കുറേ ചണ്ടന്മാരിറങ്ങിയിട്ട് ഇതിൽ എന്നെ ചീത്ത വിളിക്കുന്നുണ്ട് ചിലരൊക്കെ. മാസങ്ങൾക്ക് ശേഷം എന്നെ തെറി വിളിച്ച്. ഇത് വായിക്കാൻ പറ്റണില്ല, ചെറിയ അക്ഷരത്തിൽ ഇടടേ ഈ തെറി പറയണവർ. ഇത് നീട്ടി ഇടാതെ. ആ തള്ളമുത്തച്ഛി നിൻ്റെ അമ്മ, വീട്ടിലെ അമ്മയുണ്ടടാ നിൻ്റെ? സുഖാണോടാ നിൻ്റെ അമ്മയ്ക്ക്? എന്താടാ നിൻ്റെ അമ്മയുടെ പേര്? നിൻ്റെ അമ്മ എപ്പോഴും നിന്നെ കല്യാണം കഴിച്ച് പ്രസവിക്കണൊക്കെ മുമ്പ് ഇരിക്കുന്ന പോലെയാണോടാ ഇപ്പം ഇരിക്കണ നിൻ്റെ അമ്മ? അതെയാ? ഒന്നും കൂടെ വാ നീ ലൈവിൽ കേട്ടാ. നിന്നെ പ്രസവിക്കണതിന് മുമ്പ് നിൻ്റെ ഇരുന്ന അമ്മയാണോടാ ഇപ്പം ഇരിക്കുന്നത്? നിൻ്റെ അമ്മ കിളവിയായില്ലേ? എന്താ എൻ്റെ മോനെ ഇത്ര ദണ്ണ എന്നെ കാണുമ്പോൾ സഹിക്കണില്ല അല്ലേ? എൻ്റെ സൗന്ദര്യം കണ്ടിട്ട്. ഇതിൽ പറഞ്ഞവർക്കൊക്കെ വേണ്ടിയിട്ടാണ് പറയണത്. എൻ്റെ സൗന്ദര്യം കണ്ട് ദഹിക്കണില്ല അല്ലേ? ചണ്ടന്മാരെ നേരിട്ട് വാടാ നീയൊക്കെ കേട്ടാ. എൻ്റെ ഒരുപാട് നല്ല ആൺപിള്ളേരുണ്ടോ എനിക്ക്, നല്ലെണ്ണം, നല്ല കുറേ എണ്ണം. അതുപോലെ പെൺപിള്ളേരും ഉണ്ട്. അവരടുത്ത് വന്ന് മുട്ടാ നീ വാ, അല്ലെങ്കിൽ നീ എൻ്റെ അടുത്ത് വാ. എനിക്ക് ഇത്രയും പ്രായമായിട്ടാടാ ഞാൻ ഇതൊക്കെ പറയുന്നേ. നീ വാടാ മുട്ടാൻ. നീ ഇതിനുള്ളിലിരുന്ന് കുണയ്ക്കണ്ട കേട്ടാ. നിൻ്റെയൊക്കെ വീട്ടിൽ ഒരു തള്ളമാരുണ്ട്. മമ്മി, അമ്മേ, മാ എന്നൊക്കെ വിളിച്ചിട്ട് ചെല്ലണില്ല അടുക്കളയിലേക്ക്. ഇതെല്ലാറുണ്ടടാ നീയൊക്കെ. പിന്നെ നീ എന്തിനാടാ എന്നെ തെറി വിളിക്കണത്? നീ ഒരു തള്ളയുടെ വയറ്റിൽ നിന്നൊക്കെ പോന്നതല്ലടാ. എന്നെ തെറി പറയുന്നവർക്കുള്ളതാണ് ഇതൊക്കെ കേട്ടാ. നാഗേനെ ആർക്കും ഇഷ്ടപ്പെടാത്ത എന്താ അറിയോ? ആ കുട്ടീനെ ചൊറിയാൻ ചൊല്ലും, ആ കുട്ടി നല്ല മറുപടി കൊടുക്കും. അതുപോലെ തന്നെയാണ് ഞാൻ രുദ്രാക്ഷമൊന്നും ഇട്ടിട്ടില്ല എന്നുള്ളൂ. ആ കൊച്ചിട്ടതുപോലെ. തെറി വിളിക്കണവരെ വിളിക്കടാ. നീ ഒരു അമ്മയുടെ വയറ്റിൽ നിന്ന് വന്നല്ലേ, തിരിച്ച് അമ്മയുടെ വയറ്റിലേക്ക് പോകാനുള്ള പ്ലാൻ ഉണ്ടോടാ നിനക്കൊക്കെ? ഒന്നിച്ച് ശ്രമിച്ചു നോക്കടാ, തിരിച്ച് കയറി പോകാൻ പറ്റുമെന്ന്. അപ്പം നീ വലുതായി. നീ പ്രസവിച്ചതുപോലെ അല്ലല്ലോ നീ ഇരിക്കുന്നേ. നിൻ്റെ അമ്മ പ്രസവിച്ചതുപോലെയാണോ നീ ഇപ്പം ഇരിക്കുന്നേ? എന്നെ ഈ തെറി വിളിച്ചവന്മാർ അല്ലല്ല. വലുതായില്ലേ? അപ്പം തിരിച്ചങ്ങടെ അമ്മയുടെ വയറ്റിൽ കയറി പോകാൻ പറ്റുമോ നോക്ക് എൻ്റെ മോൻ. ചണ്ടന്മാരെ, ആണും പെണ്ണും കെട്ട ചണ്ടന്മാരെ. എന്താടാ നിനക്കൊക്കെ ചൊറിയണ എന്നെ കാണുമ്പോൾ? നിങ്ങളൊക്കെ കാര്യം അറിയാണ്ട് വരല്ലേ കേട്ടാ. നേരിട്ട് വാടാ ചോണയുണ്ടെങ്കിൽ. ഇതിൻ്റെ ഉള്ളിൽ കുണച്ചിരിക്കാണ്ടേ നേരിട്ട് വാ കേട്ടാ. സുരേഷ് നമസ്കാരം. കുറേ യൂട്യൂബർമാർ ഇറങ്ങിയിട്ടുണ്ടേ. അതായത് ഒരുത്തൻ പറഞ്ഞെങ്കിൽ നിങ്ങളൊക്കെ കേട്ടല്ല. എന്താണ് കൂത്തിച്ചി എന്നെ വിളിക്കണതാണ്. ഇവൻ്റെ ഒരു അവനില്ലേ ഒരു തള്ള, അപ്പം അത് കൂത്തിച്ചിയല്ലേ. എന്നിട്ട് അവനിപ്പോൾ പറയണേ കൂത്തിച്ചി എന്നുള്ളത് ആരോ പറഞ്ഞു കൊടുത്തു. അത് ചീത്ത വാക്കല്ല അത്ര. കൂത്തിച്ചി കൂത്തിനെ കൂട്ടി എങ്ങനെ അതിനെ കൂടെ കൂത്തില്ലേ? നമ്മുടെ കേരളത്തിലെ തനത് കലയായൊരു കൂത്തുണ്ട് നമുക്ക് അല്ലേ, മോഹിനിയാട്ടം പോലെ. അത് കൂത്ത്, അതാണ്. ഇച്ചി അവൻ്റെ അമ്മയുടെ നായരാണെന്ന് എന്തൊക്കെ അവൻ പറയണം. അവന് പേടിയാ എന്നെ പറഞ്ഞവനെ. എന്നിട്ട് അവൻ പറയണ അവന് മോളെ പീഡിപ്പിച്ച കേസ് ഞാൻ അറിഞ്ഞതാ. അത് ഞാൻ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അവൻ്റെ മോളെ അവൻ പീഡിപ്പിച്ചിട്ട് കേസ് കിടക്കുക. എന്നിട്ട് എനിക്കൊരു പെറ്റി കേസ് പോലും ഇല്ല എന്നാണ് പുള്ളി പ്രചരിപ്പിച്ചിരിക്കുന്നത്. ഓർത്തഡോക്സ് സഭേനെ പച്ചയ്ക്ക് വലിച്ചു കീറി സ്വന്തം സഭേനെ പറഞ്ഞ ആളാണ്. അതൊരു കേസായിട്ട്, എത്ര ഭയങ്കര കേസായിട്ട് അത് പോവുകയാണ്.
എന്നിട്ട് പറയണേ എനിക്കൊരു പെറ്റി കേസ് പോലും ഇല്ല. എന്നിട്ട് പറയാ എനിക്ക് 2 ആമ്പിള്ളേരാ അത്രേ. മോളെ അങ്ങ് മറച്ചു വെച്ചു. എനിക്ക് 2 ആമ്പിള്ളേരാ. അപ്പോൾ ഈ ആമ്പിള്ളേർക്കേ നിങ്ങൾ എൻ്റെ ഫ്രണ്ട്സ് കേൾക്കാൻ വേണ്ടി പറയാം, എന്നെ കൂത്തിച്ചിന്ന് വിളിച്ച ഇവന് 2 ആമ്പിള്ളേരാ. 2 ആമ്പിള്ളേർക്ക് ഒരു കൂത്തച്ഛനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ പറ്റുമോ? ഇല്ലില്ല. 2 കൂത്തിച്ചികളെ തന്നെ വേണ്ട അവന് കെട്ടിക്കൊണ്ടുവരാൻ അവൻ്റെ വീട്ടിലോട്ട്. അപ്പോൾ അത് പെൺകുട്ടികളല്ലേ? അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, എന്ത് കണ്ടിട്ടാണ് ഈ പെണ്ണുങ്ങളെ ഇങ്ങനെ പറയണത്? എന്നെന്നല്ല, എല്ലാ പെണ്ണുങ്ങളെയും അനാവശ്യം കുറേ യൂട്യൂബിൽ പല പല പരിപാടികൾ അവതരിപ്പിക്കുന്ന പല കുട്ടികളുണ്ട്, നാഗ ഉൾപ്പെടെ. അല്ലെങ്കിൽ ഇഷ്ടം പോലെ കൊല്ലം സുധിയുടെ വൈഫ് ഒരു എന്തൊക്കെയാ കുട്ടി എന്തൊക്കെയോ അഭിനയിച്ചു ജീവിക്കാൻ വേണ്ടിയിട്ട് ഇവരൊക്കെ കൊണ്ട് കൊടുക്കുമോ ലക്ഷങ്ങൾ 10,000-ങ്ങളൊക്കെ വല്ലവർക്കും. അപ്പോൾ അവർ ജീവിക്കാൻ വേണ്ടി പലതും ചെയ്യും. അതിന് ഇവന്മാർക്കൊക്കെ എന്തിൻ്റെ കേടാ? അപ്പോൾ പറയണേ എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടെന്ന് ചിലർ വിട്ടേക്കാണ്. അഭിപ്രായം പറഞ്ഞോ, അനാവശ്യം പറയുന്നത് എന്തിനാ? ഇവരുടെ വീട്ടിലൊക്കെ ഇല്ലേ പെൺകുട്ടികളും? സ്വന്തം അമ്മയുണ്ടോ? അതൊന്ന് പറഞ്ഞേ. പിന്നെ എന്താ കറുത്തവരുടെ ഫോട്ടോ എന്ത് സ്വീകരിക്കാത്ത എന്താ? നിന്റെ വീട്ടിൽ അമ്മയുണ്ടാടാ രഞ്ജു? നല്ല വെളുത്ത തള്ളയാണോ? ആണോടാ? അമ്മയ്ക്ക് സുഖമാണോടാ നിന്റെ? രഞ്ജു അനീഷേ? നായരാണ് കേട്ടാ, കൂടിയ ജാതിയാ, കുഴപ്പമില്ല. അമ്മയ്ക്ക് സുഖമാണോടാ രഞ്ജു നിന്റെ? പറയടാ നീ. അതാ നായർ കുത്തിച്ച് തള്ള നിന്റെ അമ്മ കേട്ടാ, നിന്റെ അമ്മയാണത്. ഒന്ന് പോയി നോക്ക എൻ്റെ അമ്മ. നിന്റെ അമ്മയ്ക്കുള്ളതിനേക്കാട്ടിലും വല്ലതും എനിക്ക് കൂടുതലുണ്ടോയെന്ന് നീ ഒന്ന് അന്വേഷിച്ചിട്ട് വാട്ടാ കേട്ടാടാ രഞ്ജു. എന്തെങ്കിലും കൂടുതലുണ്ടോ നോക്ക് നീ. കുറച്ച് സൗന്ദര്യം കുറച്ച് സ്വത്തും എനിക്കുണ്ട് നിന്റെ തള്ളയേക്കാളും കേട്ടടാ രഞ്ജു. സുഖമാണ് മോനെ, സുഖം. താഹിർ സുഖം. സനൂപ് വാച്ച് ചെയ്യുന്നുണ്ട്, സന്തോഷം. ഇങ്ങോട്ട് പറഞ്ഞാൽ അങ്ങോട്ട് പറയൂട്ടാ. അങ്ങനെയാണ് രഞ്ജുവിനെ പോലുള്ള ഒരു കൊണാന്ന് പറഞ്ഞ് വരണ്ട ചണ്ട. രഞ്ജു ചണ്ട, ആണും പെണ്ണും കെട്ട ചണ്ട. ടീച്ചറിൻ്റെ പോസ്റ്റ് ഇന്നലെ, അടുത്തത് വരട്ടെ. ഒരുപാട് തെറി പറയട്ടെ. നമുക്കിവിടെ എന്തോന്ന് ഞാൻ ചോദിക്കട്ടെ. മലയാളത്തിൽ 56 അക്ഷരമുണ്ട്. ബിനീഷ് നമസ്കാരം, കിരൺ നമസ്കാരം, അല്ലേ? കോള് വരികയാണ് കേട്ടോ. അതിനിടയ്ക്ക് 56 അക്ഷരം മലയാളത്തിലുണ്ട്. ഉണ്ടല്ലോ, നമുക്ക് എല്ലാവരും പഠിച്ചതാ. ഈ അക്ഷരം വെച്ചല്ലേ കൂത്തിച്ചി, തള്ളച്ചി, മറ്റേ കിളവി എന്നൊക്കെ വിളിക്കുന്നത്. അടിപൊളിയായിട്ടേ ഈ പ്രായം വരെ ജീവിച്ചു വന്ന ഒരാളാണ് ഞാൻ. പിന്നെ നമ്മൾ യൗവനം കഴിഞ്ഞു, നല്ല അടിപൊളിയായിട്ടുള്ളൊരു ജീവിതമൊക്കെ നല്ല രസമായിട്ട് കലാമണ്ഡലം സത്യഭാമ എന്നറിയപ്പെട്ട് നിങ്ങൾ എന്നെ ഒരു 1.5 വർഷം കൊണ്ടല്ലേ അറിയുന്നത്. എൻ്റെ ഫ്രണ്ട്സ് ഉൾപ്പെടെ ഞാൻ ചോദിക്കുക. അല്ലാതെ നിങ്ങൾക്ക് ഇങ്ങനെ ചിലരൊക്കെ കേട്ട് കാണും. ഡാൻസിൻ്റെ ഫീൽഡിൽ അറിയപ്പെടുന്ന ഒരാളായിരുന്നു ഞാൻ. അല്ലാതെ ഈ ചണ്ടന്മാർക്ക് എന്നെ അറിയാം, രഞ്ജുവിനെ പോലുള്ള ചണ്ടന്മാർക്ക്. ആണും പെണ്ണും കേട്ട കുറെണ്ണം. സന്തനം അതൊന്നും മനസ്സിലായില്ല. സന്തനം എന്ന് പറഞ്ഞ അർത്ഥം എനിക്ക് മനസ്സിലായില്ല. ഇന്നലെ പറഞ്ഞിരുന്നു അവരെ ഫോട്ടോ ഇട്ട് അവനെതിരെ ഒരു പോസ്റ്റ് ഇടണം. ഇടുന്നുണ്ട് ഞാൻ. ഇവന്മാർക്കൊന്നും നാണമില്ലെന്നേ, മനസ്സിലായോ? ഭാമ ദ്രൗപദി തന്നെയാ ആണടാ. നിനക്ക് എന്നെ കണ്ടിട്ട് സൈക്കിളില്ല അല്ലേ? ദ്രൗപദി തന്നെയാണത്. ദ്രൗപദി, പാഞ്ചാലി, ഒരുപാട് പേരുണ്ട് ദ്രൗപദിക്ക്. വരവേടി നിന്റെ വീട്ടിലുള്ള നിന്റെ അമ്മ ചോറായ, അമ്മ കറിയായോ എന്ന് ചോദിക്കില്ലേ നീ പോയിട്ട്? അതാണ് വെടി കേട്ടാ. ഒന്ന് പോയി എൻ്റെ മോൻ നോക്ക്. അമ്മേരെ എല്ലായിടും പോയി ഒന്ന് നോക്ക്. എത്ര പേരെ കൂടെ പോയി നോക്ക് കേട്ടാ. എന്നിട്ട് നീ എൻ്റെ അടുത്തേക്ക് വാ. സൗന്ദര്യം സംരക്ഷിക്കണേ. എൻ്റെ നല്ലൊരു മനസ്സുണ്ട് എനിക്ക്, അതന്നെ എൻ്റെ സൗന്ദര്യം. ഇതുപോലെ മറുപടി കൊടുക്കണോണ്ട് നിങ്ങളൊന്നും വിചാരിക്കല്ലേ കേട്ടാ.
അനിതാ മേനോൻ നമസ്കാരം. അനിതേ ഒരാളൊന്നും അല്ല, കുറേ പേര് ഇടുന്നുണ്ട്. ഇടട്ടേതേ, നമ്മൾ പുറകോട്ട് പോവോ? അതാ ഞാൻ പറഞ്ഞേ, ഈ 56 അക്ഷരം വെച്ചിട്ടുള്ള തെറികളല്ലേ ഈ പറയണത്. ഇവരെല്ലാവരും അവരെ വീട്ടിലുള്ളവർ, ഇതൊക്കെ എന്നെ പറയുന്നതല്ല അവരെ വീട്ടിലുള്ളവരാ അല്ലേ. രണ്ടകുമാരൻ ഒറ്റയ്ക്കൊന്നും പെട്ടെന്ന് അവിടെ ഒരു ഭൂമിയിൽ നിങ്ങളുടെ അങ്ങനെ പൊട്ടി മുളച്ച് വന്നേക്കണത് ഒരു ചെക്കൻ, ഭൂമിയിൽ നിന്ന് പൊട്ടി മുളച്ച് വന്നേക്കണ ഒരു പെണ്ണ്. ഇല്ലില്ല, അങ്ങനെ ഇല്ലില്ല, ഒരു തള്ള പെറ്റതല്ലേ ഇവരെയൊക്കെ, ഈ പറയണവന്മാരെയൊക്കെ അല്ലേ. ആ തള്ളനെ പോയി വിളിക്കാതെ ഇവര് വിളിക്കട്ടെ, എന്നെയല്ലേ വിളിക്കണ്ടേ കേട്ടാ. എന്നെ വിളിച്ചാൽ മത്തായി പറഞ്ഞ പോലെയുള്ളൂ എനിക്ക്, കേട്ടിട്ടുണ്ടോ? മത്തായി പറഞ്ഞ പോലെയെന്ന്. അത് ഇത്തിരി ചീത്ത വാക്കാം, അതുകൊണ്ട് ഞാൻ മുഴുവൻ പറയണില്ല. ടീച്ചറിനെ പോയി ഇന്നലെ ഒരുത്തൻ ഒരുപാട് വന്ന് പറഞ്ഞോട്ടെ, എനിക്ക് പ്രശ്നമില്ല. ചോടയുണ്ടെങ്കിൽ നേരെ വാടാ എല്ലാവരും കേട്ടാ. നിങ്ങൾ ഇങ്ങനെ തെറി എഴുതുന്നു, നമ്മൾ വായിക്കുന്നു, എന്നിട്ട് എനിക്ക് എന്തെന്നാ ഇവിടെ? എനിക്ക് ഒരു വിഷയമില്ല. നിങ്ങളങ്ങ് വെക്കി തെറി കേട്ടാ. അങ്ങനെ ചോദിച്ചാൽ അമ്മയ്ക്ക് സുഖമാണോന്ന് ചോദിക്കണം. നിൻ്റെ അമ്മയ്ക്ക് വിളിച്ചതിന് തുല്യമാണെന്നുള്ള ബോധം ഉണ്ടെങ്കിൽ കേൾക്കണം കേട്ടാ, നായ്ക്കളെ. പോസ്റ്റൊക്കെ ഇട്ടു അനിതേ, കുറേ ഇട്ടതാ, എന്നിട്ട് നാണാൻ മാനില്ലാണ്ട് പിന്നെയും വരും. അതുകൊണ്ട് ഈ 56 അക്ഷരം കഴിഞ്ഞ് വേറൊരു അക്ഷരം കൊണ്ടുവരാൻ പറ്റില്ലല്ലോ. ഒരു വിദ്യാഭ്യാസം ഇല്ലാത്ത തെണ്ടികളായിരിക്കുന്നേ ഈ അനാവശ്യമൊക്കെ പറയണം. നല്ല കുടുംബത്തിൽ പറഞ്ഞവരൊന്നും പറയില്ല. ഞാൻ എന്നെ പറഞ്ഞപ്പോൾ ഞാൻ 5-6 പേർക്ക് ഒരു മറുപടി കൊടുത്തു. എന്താ അത്ര ചുണക്കിനവന്മാർക്ക്? ഇവന്മാർക്ക് വല്ലതും അറിയാവോ? എന്നെ എന്തും പറയാന്നാ? എന്നെ പറയാനൊന്നും ഞാൻ സമ്മതിക്കില്ല, ഞാൻ മറുപടി കൊടുത്തിരിക്കും. ഫുൾ സപ്പോർട്ട്. ശരി ആരതി, നമസ്കാരം, സന്തോഷം. സനൂപ് സുഖമാണ്, സുഖമായിരിക്കുന്നു, കുഴപ്പമില്ല. അല്ലാണ്ട് ഇവന്മാർ പറയുമ്പോൾ നമ്മളെ ഈ പണ്ടുള്ളവർ പറയാം കടുകിൻ്റെ ഉള്ളിൽ ഒളിക്കണമെന്ന്. ഇപ്പോൾ ഒളിക്കാൻ ഞാൻ കടുകിൻ്റെ ഉള്ളിൽ ഒളിക്കാൻ പോവാം. ഇവന്മാരൊക്കെ പറഞ്ഞു കേട്ടെ, ഇവിടെ ആർക്ക് വേണടാ? ഇപ്പം അതെ എന്ന് നിങ്ങൾ എടുത്തു നോക്കിയാൽ ഒരാൾ വാ തുറന്നപ്പോൾ അതിനെതിരെ അനാവശ്യം പറയാം. ടീച്ചറുടെ പ്രായത്തെ ബഹുമാനിക്കുക അല്ലേ? അതൊന്നുമില്ല നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ, അതറിഞ്ഞൂടെ? അങ്ങനെയൊന്നുമില്ല. ഗിരിജ നമസ്കാരം, ഷൈനി നമസ്കാരം, അനുഷ നമസ്കാരം, സുനിൽ മാത്യു നമസ്കാരം. അതാരാണ് സുനിൽ മാത്യു? ഓ, നമ്മുടെ സുനിൽ മാത്യു ആണോ അവ എന്നെ തെറി വിളിച്ചത്? കോടമ്പാക്കം മല്ലിയെ കുറിച്ച് ടീച്ചർ വായിക്കണേന് മുമ്പ് മാറി പോണം. അനിത നായർ നമസ്കാരം. യൂട്യൂബിൽ ഞങ്ങളൊക്കെ ഒരു തൊഴിൽ പഠിച്ചിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്, മനസ്സിലായി? ഡാൻസിനെ കുറിച്ച് ഒരു ചാനൽ തുടങ്ങിയതാണ് ഞാൻ. ഡാൻസിനെ കുറിച്ച് ഞാൻ ഇട്ടിട്ടുണ്ട് ഇഷ്ടം പോലെ, ഇനി ഇടുന്നുണ്ട്, മനസ്സിലായി? കുറേ തെണ്ടികൾ വന്നിരുന്നിട്ടേ ഒരു പണിയും കൂലിയും പണിയില്ലാണ്ട് യൂട്യൂബും ഫേസ്ബുക്കും തുറന്നു വെച്ചിട്ട് നാട്ടുകാരെ തെറി വിളിക്കുക, എന്നിട്ട് കഞ്ഞി കുടിക്കുക. എന്നിട്ടാണ് ഈ അനാവശ്യം പറയണത്. ഒരു പണി ആ മറുനാടൻ സാജൻ്റെയൊക്കെ നമ്പർ 2 തിന്നണവനൊക്കെ ആര്? ഈ സുനിൽ മാത്യു, I സുനിൽ മാത്യു. മറുനാടൻ്റെ ഒക്കെ തീട്ടമുണ്ടല്ലോ, നമ്പർ 2 തിന്നണവൻ. മറുനാടനൊക്കെ എന്ത് ഡീസൻ്റ് ആയിട്ടാണ് ചാനൽ കൊണ്ട് നടക്കുന്നത്, നിങ്ങൾ കാണുന്നുണ്ടല്ലോ. മനസ്സിലായോ? I സുനിലിനെയൊക്കെ നിങ്ങൾക്ക് അറിയാലോ, മനസ്സിലായോ? അവൻ നമ്പർ 2 തിന്നണവൻ. സാജൻ പറയുന്നുണ്ട്, അതുപോലെ ഒരു സ്ത്രീകളെ അയാൾ അനാവശ്യം പറയില്ല. സ്ത്രീകൾ പല രീതിയിൽ അങ്ങർക്ക് കിട്ടുന്നുണ്ട്, പക്ഷെ പറയുന്നില്ല. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക്. അതേപോലെ DNA സുമേഷ്, DNA എന്ന് പറഞ്ഞൊരു ചാനലുണ്ട്, സുമേഷ്. അവരും അതെ, എത്ര പേരുണ്ടറിയോ? ഇത് വെറുതെ ഒരു കാര്യം ഞാനും
മല്ലിക സുകുമാരന് ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ മല്ലിക പറഞ്ഞത് ഞാൻ ഇട്ടിട്ടുണ്ടല്ലോ, നിങ്ങൾ കേട്ടില്ലേ? എൻ്റെ കലാമണ്ഡലം എടുത്തു കളയാം. അവള് പറയണം, ഇവിടെ ആര് എൻ്റെ കലാമണ്ഡലം എടുത്ത്, ഞാൻ ഇതൊരു മാർക്കറ്റിൽ നിന്ന് മേടിച്ചതാ കലാമണ്ഡലം. ഹായ് അമ്മൂമ്മ, നിൻ്റെ തള്ള കേട്ടോടാ. കബീറേ 2:45, 3 തയ്ച്ചു വാ മോനെ, എന്നിട്ട് നമുക്ക് പറയാം കേട്ടാ കബീറേ, 3 തയ്ച്ചു വാ മോനെ. കലാമണ്ഡലം സുജ ഗിരീഷ്, നമസ്കാരം. ആരിത പ്രവീൺ, സ്നേഹത്തിൻ്റെ ചിഹ്നമൊക്കെ ഇട്ടുണ്ട്. ബിന്ദു, ഇങ്ങനെയുള്ളവർക്ക് ഇങ്ങനെ തന്നെ കൊടുക്കും, ഞാൻ കൊടുക്കും. എനിക്കിപ്പോൾ ഈ ചാനലിൽ ഇങ്ങനെ ജീവിക്കാൻ ഇഷ്ടം പോലെ സ്വത്തുണ്ട്, അറിയോ എനിക്ക്. അല്ലാണ്ട് എനിക്കിപ്പോൾ ഇതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. ശ്രീജിത്ത്, ഞാൻ ചോദിക്കട്ടെ ശ്രീജിത്ത്, അവരെന്നെ പറയാനായിട്ട് ഞാൻ ഇവരുടെ മേഖലയിലുള്ള ഒരാളാണ് അല്ലല്ലോ, പിന്നെ എന്തിനാ ശ്രീജിത്ത് ഇവരെന്നെ പറയുന്നത്? നിങ്ങൾ പറ. സുബ്രഹ്മണ്യൻ, നമസ്കാരം. അനിത നായർ, ഒരു രസമില്ല മോളെ, അതിങ്ങനെ വളരും, ഒരു കുഴപ്പമില്ലാതെ. എന്നെ കണ്ടിട്ട് ഇവന്മാർക്ക് സഹിക്കണില്ല കേട്ടാ. കുറേ ചൊക്കിളികൾ ഇറങ്ങിയിട്ടുണ്ട്. ഇത് തിരുവനന്തപുരം ഭാഷയിൽ വരുന്നതല്ല, അത് വടക്കൻ ഭാഷയാണ് ചൊക്കിളി. കുറേ തെണ്ടി ചൊക്കിളികൾ, ആണത്തമില്ലാത്തവന്മാർ. ആണത്തുണ്ടെങ്കിൽ നേരെ വാടാ നീയൊക്കെ, നമുക്കൊന്ന് ഏറ്റുമുട്ടാടാ. അത് തന്നെ മല്ലിക സുകുമാർ, ഞാൻ അത് തന്നെയല്ലേ കൊടുത്തത്. മല്ലിക ആരാ എന്നെ പറയേണ്ട ആവശ്യമില്ല അവർക്ക്. ഞാനൊക്കെ അവരുടെ സിനിമ ഒരുപാട് അവർക്കില്ലെങ്കിൽ അവരുടെ സീരിയൽ കണ്ടിട്ട് നമ്മൾ അവരെയൊക്കെ റെസ്പെക്റ്റ് ചെയ്യുന്ന കൂട്ടത്തിലായിരുന്നു, മനസ്സിലായില്ലേ? അപ്പോൾ അവരിങ്ങനെ പറയാൻ പാടുണ്ടോ? അല്ലെങ്കിൽ അവർക്ക് കാര്യങ്ങളെ കുറിച്ച് അറിയണം അല്ലേ? എന്നെ പറയാൻ അവർക്ക് ഒരു യോഗ്യതയില്ല. ഞാൻ കൊടുത്തിരിക്കും അതിന്. എന്നിട്ട് ജയിൽവാസം വന്നാൽ ഞാനങ്ങ് പൊക്കോളാന്നേ, ഒരു വിരോധമില്ല. നമ്മളെക്കാൾ എത്രയോ വലിയ വലിയ ആൾക്കാർ ജയിലിൽ കിടക്കണം. പിന്നെയാണ് ഇപ്പോൾ ഇത് കറുപ്പും വെളുപ്പും വായിക്കണതിന് മുമ്പ് മാറി പോണേട്ടാ. കറുപ്പും വെളുപ്പമൊക്കെ നമ്മളെ രാവും പകലൊന്നുമില്ലേ, അതേപോലെ കറുപ്പും വെളുപ്പും ഉണ്ട്. ആര് പറഞ്ഞില്ലെന്ന്? അത് തന്നെ രാജീവേ, അങ്ങനെ തന്നെ പറഞ്ഞിട്ടുള്ളത്. 1.5 വർഷം കൊണ്ട് അറിയാവുന്ന ആൾക്കാരാണ് നിങ്ങളെല്ലാവരും. ചിലർക്ക് ഞാൻ നേരത്തെയും പറഞ്ഞു, ചിലർക്ക് അറിയാം എന്നെ. ഫീൽഡിലുള്ളൊരു സത്യഭാമ, കലാമണ്ഡലം സത്യഭാമ ഞാൻ തന്നെയാണ്. കലാകാരന്മാരോട് ചോദിക്കുക, അവർ പറയും. അല്ലാതെ സാധാരണക്കാർക്ക് ചിലപ്പോൾ അറിയണ്ടാവില്ല. അവൾ ഡ്യൂപ്ലിക്കേറ്റാ അത്ര അവൾ പറയണത്. ഡോക്ടർ അഞ്ജന, ശ്രീലക്ഷ്മി, നമസ്കാരം. അത് ശരി, അതിൻ്റെ അമ്മയുടെ വായിൽ ആദ്യം കൊടുക്ക്, എന്നിട്ട് വാടാ കേട്ടടാ. അമ്മയുടെ വായിൽ ആദ്യം കൊടുക്കണ്ട, പൊന്നാരക്കട്ടെ. എൻ്റെ പൊന്നു ടീച്ചറെ ഒന്നും പറയണ്ട, നെഗറ്റീവ് നോക്കരുത്. അതന്നെ ശരിയാ. ഭാമ ദ്രൗപദി ആണട, ദ്രൗപദി പത്മിനി, ലളിത പത്മിനി രാഗിണിയാണ് ഞാൻ. ഇനി എന്ത് വേണം? ഒരുത്തനെ ദ്രൗപദി ആരാതുപോലും ആ ചേറ്റയ്ക്ക് അറിഞ്ഞുകൂടാ. അറിയാടാ നിനക്ക് ദ്രൗപദി ആരാണെന്ന്? ഒന്ന് പറഞ്ഞാട്ടെ, പെട്ടെന്ന് പറ ദ്രൗപദി ആരാണെന്ന്. പുരാണങ്ങളിലൊന്നും തൊട്ട് കളിക്കല്ലേ, അറിയാത്ത കാര്യം. സൗന്ദര്യം കുറഞ്ഞൊന്നുമില്ല. ആര് പറഞ്ഞു? ജോജി സൗന്ദര്യം കുറഞ്ഞ? 90 വയസ്സായടാ എനിക്ക്. 90 വയസ്സുള്ള കിളവി കാല് അകത്തി കളിക്കാൻ പറ്റുമോ? മോനെ, നിന്റെ അമ്മയുടെ ആദ്യം പോയി അകത്തി കളിച്ചിട്ട് വാ, ചെല്ല് കേട്ടടാ. ഉമ്മൻചാണ്ടിയെ കേട്ടാ, നിന്റെ മമ്മീനെ എടുത്തേ 90 വയസ്സായിട്ട് കളിക്കാൻ പറ്റുമെന്ന് പോയി ചോദിച്ചിട്ട് വാ. കണ്ണാടിയൊക്കെ വെച്ചൊരു ഉമ്മൻചാണ്ടിയൊക്കെ ഇങ്ങനെ. കവിത, ലേഖ.
ഉമ്മൻചാണ്ടിയുടെ പേര് കളയാൻ വേണ്ടി നല്ലൊരു മനുഷ്യൻ, നമ്മുടെ ഉമ്മൻചാണ്ടി അല്ലേ, മരിച്ചുപോയ, അതിൻ്റെ പേര് കളിയ ഒരു മാപ്പിളക്കുണ്ടി വന്നേക്കണം. 90 വയസ്സായിട്ട് അവന് കളിക്കണോ അത്ര. ഉരുളിയിൽ കയറി നീന്തിന്ന് ആരാണാവോ, എനിക്കറിഞ്ഞൂടാ. എന്നെ കണ്ടിട്ട് സൈക്കിളിൽ ഓരോരുത്തന്മാർക്കേ ഈ പ്രായമായിട്ടൊക്കെ ഇരിക്കുമ്പോഴേ അവനൊക്കെ വിചാരിച്ചു കഷായമൊക്കെ കുടിച്ച് കുഴമ്പൊക്കെ തേച്ച് ഇങ്ങനെ ഇരിക്കുന്നു. ഇപ്പോഴേ അടിപൊളിയായിട്ട് ഇന്ന് അവധിയായിരുന്നല്ലോ നമ്മുടെ അച്ചുമാമ മരിച്ചതിൻ്റെ. ഇന്ന് ഫുൾ ടൈം ക്ലാസ് ആയിരുന്നു. അട്ടിച്ച് പൊളിച്ച് ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് കയറിയേ. അറിയോ, എന്നെയാണ് ഇവർ കളവീന്ന് തള്ളാന്നൊക്കെ വിളിക്കണത്. ഇവനൊക്കെ എൻ്റെ പ്രായത്തിൽ ഇരിക്കില്ലോ, അതിന് മുമ്പ് ചുമരിൽ മാലയിട്ട് തൂങ്ങും. മനസ്സിലായോ? അതുപോലെ ഈ പ്രായത്തിലൊക്കെ അവർക്ക് ഇല്ലാത്ത രോഗങ്ങളും ഉണ്ടാവില്ല, ഇഷ്ടം പോലെ രോഗം ഉണ്ടാവും. ഇതല്ലേ കയ്യിലിരിപ്പ്. നാട്ടിലുള്ള പെണ്ണുങ്ങളെയൊക്കെ അനാവശ്യം പറയാം. എന്താണ് സാമർത്ഥ്യം, നാട്ടിലുള്ള ആൾക്കാരെ തെറി പറയാനായിട്ടുള്ള ഒരു ഇത് ചങ്കൂറ്റവൻ്റെയൊക്കെ. അത് ശരി, എന്തെങ്കിലും പറഞ്ഞോട്ടാ, ശരിയാ. അതിന് ഏറ്റവും വലിയ ഉദാഹരണം എന്താ പറയുക, ഒരു ഡോക്ടർ എന്നെ വിളിച്ചേ, നല്ല പ്രായമുള്ളൊരു ഡോക്ടറാണ്. പുള്ളി വെളിയിൽ USA ഒക്കെ ഇരുന്നിട്ടുള്ള ഒരു അദ്ദേഹമാണ്. നല്ല പ്രായമുള്ളൊരു സാറാണ്, ഡോക്ടറായിരുന്നേ. അല്ല, എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ടീച്ചറെ എനിക്ക് ടീച്ചറിനെ ഒരു പരിചയമില്ല, പക്ഷെ ടീച്ചർ ഇനി മേലെ ഇവന്മാരോടൊന്നും സംസാരിക്കുക, ഒരു കൾച്ചറില്ലാത്ത കുറേ നമ്മുടെ മലയാളികളുണ്ട്. മലയാളികളാണ് കേട്ടോ, അല്ലാത്ത ഭാഷക്കാരൊന്നും നമ്മളെ പറയൂല്ലോ. ഇവരുടെ അടുത്തൊന്നും ടീച്ചറിന് മറുപടി പറയാൻ പോകുമായിരുന്നാണ്. വളരെ സത്യമാണത്, വളരെ സത്യം. മറുപടി പറയാമെന്ന് മാത്രമല്ല, ഒരു ഉദാഹരണം കൂടെ പറഞ്ഞു പുള്ളി. ടീച്ചറെ, ഒരു ആന നടന്നു പോകുമ്പോഴേ വഴിയിൽ ഇഷ്ടം പോലെ ആൾക്കാരൊക്കെ, ഒരു പട്ടിയും പൂച്ചയും വരുമ്പോൾ നമ്മൾ മാറി നിൽക്കുന്നത് പോലെയല്ല ഒരു ആന വരുമ്പോൾ മാറി നിൽക്കുക അല്ലേ. നമ്മൾ നല്ല അകലം നോക്കിയിട്ട് നിൽക്കും. ഒരു ആന പോകുമ്പോൾ വഴിയിൽ ഇങ്ങനെ ഒരുപാട് പട്ടികൾ കാണുമല്ലോ, കണ്ടിട്ടുണ്ടല്ലോ നമ്മൾ വഴിയിലൊക്കെ. തെരുവ് പട്ടികൾ, അവർക്കൊരു പ്രത്യേക പേരിട്ടുണ്ടല്ലോ, തെരുവ് പട്ടികൾ. ഈ തെരുവ് പട്ടികളെ കുരയ്ക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഭയങ്കരമായിട്ട് കുരയ്ക്കും ഒരു ആന പോകുമ്പോൾ. അവരെയൊക്കെ അങ്ങനെ കണ്ടാൽ മതിയെന്ന്. സത്യമാണോ? അത് വളരെ സത്യമാണ്. ശരിയല്ലേ? ആന പോകുമ്പോൾ പട്ടികൾ കുരയ്ക്കുന്നുണ്ടല്ലേ. അപ്പം ഞാൻ ആനയായിട്ട് വിചാരിച്ചിട്ടുള്ളൂ, ഞാൻ ആനയായിട്ട് ഇങ്ങനെ പോകുമ്പോൾ കുറേ പട്ടികൾ അവിടെ നിന്ന് കുരയ്ക്കും. അത്രേ ഞാൻ കണക്കാക്കിയിട്ടുള്ളൂ. കുരയ്ക്കട അവിടെ നിന്ന് നല്ല പോലെ. ആയിക്കോട്ടെ, ഞാൻ മല്ലിക അന്തസ്സ അഭിമാനം ഇല്ലാത്ത ആളാണെന്ന് ഞാൻ എന്നെ പറഞ്ഞു, ഞാൻ തിരിച്ചു പറഞ്ഞു, ജോസഫേ നല്ലപോലെ ഒന്ന് അവർ പറഞ്ഞതൊന്ന് നോക്ക് കേട്ടാ ജോസഫ്, കേട്ടാ ജോസഫേ. മല്ലികയുടെ ചരിത്രം ഒന്നും എന്നോട് വിളമ്പല്ല കേട്ടാ. ശരിയാ റെനീഷ്, ഓക്കെ. എന്തും പറയാനുള്ള ഇതുണ്ടെന്നാണ് പറയണത് ഇവരൊക്കെ. ഞങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ ഞങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാൻ, അതിന് അനാവശ്യം പറഞ്ഞിട്ടാണ് ഒരു സ്ത്രീയെ, എന്നേന്നല്ല എന്തെല്ലാം പറയണം ഓരോ പെണ്ണുങ്ങളെ. എന്താ അറിയോ, പെണ്ണുങ്ങളെ കൂടുതൽ തെറി പറയുള്ളൂ, ആൺപിള്ളേരാണെങ്കിൽ അല്ലെങ്കിലും പറയില്ല. ശരിയല്ലേ? ആണുങ്ങളധികം തെറി പറയാൻ വാക്കുകളില്ല, പെണ്ണുങ്ങൾക്കാണ് കൂടുതലുള്ളത്. ഒരു പാട്ട് പാടാം, ലാസ്റ്റ് പാടേ, ഓക്കെ. വെറുതെ വീട്ടിലിരുന്ന ഒരാൾക്കും കോൾ ചെയ്യണ്ട, നമ്മൾ വല്ല ലൈവിലിരിക്കുമ്പോൾ ഉടനെ കോൾ ചെയ്യും. അതാണ് ഇടയ്ക്ക് പെണ്ണുങ്ങൾ തെറി പറയണ വാക്കുകളും അനാവശ്യങ്ങൾ കൂടുതലുള്ളത് പെണ്ണുങ്ങൾക്ക് പറയുന്നത്. ശരിയല്ലേ? സുഖമാണ് സുജാത, സുഖം സുഖം സുഖം. ഡ്രൈവർ ജോലി എന്തിനാ? എനിക്ക് എൻ്റെ മോനും, ഞാനും വണ്ടി ഓടിക്കും, എൻ്റെ മോനും വണ്ടി ഓടിക്കും, പിന്നെ എന്തിനാ ഇനി ഡ്രൈവർ? ഞാനും ഓടിക്കും മോനും ഓടിക്കും, പിന്നെ ഡ്രൈവർ വേണ്ട. അതുകൊണ്ടാണോ? എന്താ
തള്ളേ ജോജി? വീട്ടിൽ മമ്മി ഉണ്ടാ ജോജി? അമ്മയ്ക്ക് സുഖമാണോ? വാമദ്രൗപതി ടീച്ചർ, മഴയുണ്ടോ അവിടെ? വാമദ്രൗപതി, ദ്രൗപതിയുടെ അത്ര സൗന്ദര്യം ഉണ്ടോടാ എനിക്ക്? ഷോ, അങ്ങനെയൊന്നും പറയല്ലേ. ആഞ്ചാലി എന്ന് പറഞ്ഞ ആരാണ്? ജോജി, വർഗീസേ, അമ്മയുണ്ടാടാ വീട്ടില്? സുഖമാണോടാ അമ്മയ്ക്ക്? ജോജി, മല്ലികയ്ക്ക് ജയിന്ന് അത് അവരെ വീടിൻ്റെ നടയിൽ ചെന്നിരുന്നൊന്നും ജയ് വിളിക്കാത്തത്. രമ ഗോവിന്ദ്, ഗുരുവായൂർ കൃഷ്ണൻ, മാം നമസ്തേ. നമസ്തേ നമസ്തേ നമസ്തേ. 100 നമസ്തേ തിരിച്ച്. എന്തിനാടാ ജോജി നീ വലിഞ്ഞു കയറി വന്നേക്കണം? നിന്നെ വല്ലവരും കൂടെ വിളിച്ചാ മല്ലികയ്ക്ക് ജയ് വിളിക്കാൻ? വല്ലതും കിട്ടണ്ടാ അവരെ വീട്ടിൽ നിന്ന്? നക്കാൻ വല്ലതും കിട്ടണ്ട നിനക്ക്? വല്ല കഞ്ഞിവെള്ളം പോയി കുടിക്ക് ചെല്ല്. ജോജി, മല്ലികയ്ക്ക് ജയിന്ന് നീ മല്ലികയുടെ ജയ് വിളിച്ചോണ്ട് നടക്ക്. എന്തെങ്കിലും കാര്യം ഉണ്ടായിട്ടാണെന്നല്ലോ. എന്തൊരു നാണം കെട്ട ശവാടാ നീ. അതന്നെ ചൊക്കിളി റിനീഷ്. എന്നെ കണ്ടിട്ട് നിനക്ക് ചൊക്കിളിന്ന് തോന്നണ്ടടാ? എന്നെ കുറ്റം പറഞ്ഞാണ്. സൂപ്പർ ടീച്ചർ കാണാൻ അടിപൊളി. അല്ലെങ്കിൽ അടിപൊളി തന്നെയാണ്. എന്ത് കുഴപ്പം? ഈ പ്രായത്തിൽ ഇങ്ങനെ ഇരിക്കുകയല്ലേ, എന്ത് കുഴപ്പം? അക്ഷരം മാരിയിട്ടുണ്ടല്ലോ എന്ന്. സത്യമായിട്ട് മലയാളമൊക്കെ എഴുതുന്ന പൊട്ട തെറ്റുകളാട്ടോ. നേരാമണ്ണം എഴുത്. നിന്നെ പറയണൊക്കെ വല്ല കൊടിച്ചിപ്പട്ടീനെ പറയാടാ ജോജി. പോടാ എഴുന്നേറ്റ്. എനിക്ക് വേറെ ജോലിയൊന്നുമില്ലടാ. എഴുന്നേറ്റ് പോടാ. ഞാൻ അത് വായിക്കണില്ല നിൻ്റെ കാര്യം. ആണല്ലാത്തൊരു ജോജി മാപ്പിള. ജോജി മാപ്പിളേ, പോയി ഒരു ജോലി നോക്കടാ. പ്രീത, കാണാൻ മാനുണ്ടെങ്കിൽ എഴുന്നേറ്റ് പോടാ നീ കേട്ടാ. ചേച്ചി കാണാൻ സുന്ദരിയാണോ? പിന്നല്ലാതെ ഒക്കെ ദൈവം തരുന്നല്ലേ. അജീഷ് രവി, VS കുമാർ, ഹായ്. ഈ എന്നെ പറഞ്ഞിട്ടുള്ളവർക്കൊക്കെ ഞാനേ നിന്റെ മറുപടി ഇടും കേട്ടാ. ജോജി, നീ നാളെ ഒന്ന് വായിക്കണേ കേട്ടല്ല. എന്നിട്ട് നീ അടുത്ത ലൈവിൽ വാ. കുണ്ടിക്ക് ഉറപ്പില്ലാത്തവന്മാരൊന്നും ഇതിനകത്ത് വരല്ലടാ കേട്ടടാ. പൃഥ്വിരാജ്, വേണ്ട. പലരും പറഞ്ഞ എന്നെ ടീച്ചർന്ന് വിളിക്കാൻ. ഞാൻ പറഞ്ഞ എന്നെ ടീച്ചർന്ന് വിളി. ജോസപ്പേ ടീച്ചർന്ന് വിളിക്കേണ്ട. നീ വിളിക്കേണ്ട. ഇഷ്ടം പോലെ ആൾക്കാർ വിളിക്കാണ്ട്. കവിത കേട്ടടാ. ജോസഫ് മാപ്പിള. മിനി നമസ്കാരം. രഞ്ജിത്ത് നമസ്കാരം. ക്രിസ്ത്യാനികളാണ് ഇറങ്ങിയേക്കണത് കൂടുതൽ എന്നെ ചീത്ത പറയാട്ടാ. ജോജി, ജോസഫ്, പരിശുമറിയ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇവന്മാരെയൊക്കെ തല വെട്ടി ചിന്നിച്ചെതറിപ്പോട്ടെ. അങ്ങനെയൊന്നുമില്ല. അമ്മമാരെ ബഹുമാനിക്കാത്തവരാ ബിന്ദു, അതറിഞ്ഞൂടെ? ഇപ്പോഴത്തെ കാലത്ത് കണ്ടിട്ടില്ലേ വൃന്ദമന്ദിരത്തിൽ കൊണ്ടാക്കണത് അമ്മയച്ഛനെയൊക്കെ. ഞാനൊന്നും അങ്ങനെ ചെയ്ത ആളല്ല. നല്ല പൊന്നുപോലും നോക്കിയിട്ട് എൻ്റെ അച്ഛനും അമ്മയൊക്കെ മരിച്ചത്.
ഇവന്മാരൊക്കെ അതാണ് ഈ ഒരു ബഹുമാനം ഇല്ലാതെയൊക്കെ സംസാരിക്കുന്നത് അതുകൊണ്ടാണ്. അല്ലെങ്കിൽ എന്നെ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം അല്ലേ? ഇവരെ ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. എന്നിട്ടാണ് ഞങ്ങൾ പറയുന്നത് എന്ന് പറയണത്. ഹരി നമസ്കാരം. നമസ്തേ നമസ്തേ. ഹരിപ്രിയ നമസ്കാരം. ഇതിനകത്ത് ഓരോരുത്തർ എഴുതാണ്, ടീച്ചർ ഈ വേണ്ടാത്തത് എഴുതുമ്പോൾ വായിക്കേണ്ടതാണ്. വായിച്ചു പോകും മോളെ, ആരായിരുന്നാലും. മനസ്സിലായോ? അമ്മമാരുടെ അടുത്തേ ബഹുമാനമില്ലാത്തവർ, അമ്മമാരെ തല്ലുന്ന മാമക്കളാണല്ലോ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ പിന്നെ അവർക്കല്ലേ പിന്നെ നാട്ടിലുള്ള പെണ്ണുങ്ങളെ അനാവശ്യം പറയാനായിട്ട്. പറഞ്ഞോട്ടെ, ഇതൊക്കെ അനുഭവിക്കാൻ കിടക്കണല്ലേ ഉള്ളൂ. മല്ലിക സൂപ്പറായിക്കോട്ടെ ജോജിയെ. ഞാൻ പറഞ്ഞ അല്ല എന്നാണ്. ഞാൻ പറഞ്ഞ എപ്പോഴെങ്കിലും ഞാൻ പറഞ്ഞ എന്നാ പറഞ്ഞു, ഞാൻ തിരിച്ചു പറഞ്ഞു, അത്രയേ ഉള്ളൂ. വഹിച്ചിട്ട് പോടാ ജോസഫ, നിനക്ക് വേറെ ജോലിയൊന്നുമില്ലേ? ഈ എന്തിനാടാ അതിൽ കയറി വരണത്? എന്നെ ഞാൻ വിളിച്ചാ മാപ്പിളെ? നിന്നെ ഞാൻ വിളിച്ചാടാ ജോസഫ് മാപ്പിളെ? വിളിച്ചാ? എന്നിട്ട് പോടാ നീ. കഞ്ഞി എനിക്ക് ഡോക്ടറെയൊന്നും കാണണ്ടാ ബിനീഷ കേട്ടാ. കാര്യം പറയുമ്പോൾ ഡോക്ടറെ കാണാൻ പറയണ. അത് നമ്മൾ വീട്ടിലും പറയും ഇല്ലേ? നിങ്ങളൊരു ഭ്രാന്ത് പറയില്ലേ എന്നൊക്കെ പറയും. അത് ഭ്രാന്തുണ്ടായിട്ടാണോ? എൻ്റെ അമ്മയായാലും പറയില്ലടാ അത്. VS കുമാർ നമസ്കാരം. ഹലോ. എന്തിനാ ഞാൻ നിങ്ങളുടെ ശ്ലോകം ചൊല്ലണം? എന്തിനാ? ഞാൻ ഒരു ഹിന്ദുവാണ്, നിങ്ങളുടെ ശ്ലോകം ചൊല്ലേണ്ട ആവശ്യം എനിക്കില്ല. മല്ലിക സൂപ്പർ. എന്തിനാ ഇതിനൊക്കെ നാണോമാനുണ്ടോയെന്ന് നോക്കിയേ. എന്നിട്ട് പോടാ നീ. എന്തിട്ട് തേങ്ങയാണ് ഇതിനകത്ത് വന്നിരിക്കണത്? മല്ലിക സൂപ്പർ ചെല്ലേ. അവൾ വീടിൻ്റെ പുറവശത്ത് പോയിട്ട് വല്ല കഞ്ഞിവെള്ളം കിട്ടുമെന്ന് നോക്ക്. അതായിരിക്കും നല്ലത്. പെണ്ണുങ്ങൾ തന്നെ ശത്രു ഒന്നുമല്ല, ആണുങ്ങൾ ശത്രുക്കളുണ്ട്. കണ്ടില്ലേ ഇതുപോലെ ചെറ്റകൾ വന്നിരിക്കണത് ഇതിനകത്ത്? പെണ്ണിനെ മാത്രം എന്തിനാ കുറ്റം പറയുന്നത്? സുനിത ജയകുമാർ പ്രബാൾഡ് സഹറിയാസ് വാച്ചിങ്. സന്തോഷം. പിന്നെന്ത് വണ്ടി ഓടിക്കണപ്പോൾ വലിയ കാര്യമാണ്. പെണ്ണുങ്ങൾ ചന്ദനത്തിലേക്ക് പോയിട്ട് വരണം, പിന്നെയല്ലേ വണ്ടി ഓടിക്കണ കാര്യം പറയണം. അപ്പോൾ കണ്ടില്ലേ സുനിതയൊക്കെ പോയിട്ട് വന്നത്, ചന്ദനിൽ പോയിട്ട് വന്നില്ലേ? പിന്നെയാണ് ഈ വണ്ടി ഓടിക്കുന്നത്. വലിയ കാര്യമൊന്നുമില്ല. മോശം ഭാഷയിൽ സംസാരിക്കാൻ മറുപടി പറയാതെ ശരിയാ പറഞ്ഞു പോവട്ടാ. അല്ലെങ്കിൽ അവന്മാർ വരിക്കില്ലേ, ഞങ്ങൾ കുറേ കൊടുത്തു ഓർക്കുക, അവർ മിണ്ടിയില്ല എന്ന് പറയുന്നത്. അതുകൊണ്ട് പറയണതാണ്. അതിൻ്റെ ഇവന്മാർ നമുക്കെന്തിന്? ഇവിടെ ആവശ്യമൊന്നുമില്ല. എനിക്കെന്താന്ന് ഇവനൊക്കെ പറഞ്ഞാൽ? എനിക്ക് ഒറ്റ കാര്യമുള്ളൂ പറയാം, ഇവനൊക്കെ തള്ളയുണ്ട. അത് പറ. അതാ വരമ്പത്ത് അങ്ങ് പൊട്ടി ജനിച്ച് വന്ന ആണോ? അല്ലല്ല. അപ്പോൾ എന്നെ പറയണതെല്ലാം അവരുടെ തള്ളയണം എന്ന് ഞാനങ്ങ് പറയാ. അപ്പോഴോ എന്താ പറയാ ടീച്ചർ? എന്തൊരിയാണ് അസൂയ തന്നെ, വേറെ പണിയൊന്നും കാണിക്കാനില്ല. അതെന്നാ സത്യം. മാധവി ചന്ദ്രൻ മാധവി നമസ്കാരം. ഗിരിജയുടെ മോളല്ലേ? അതിനൊരു റിപ്ലൈ തന്നേ മോളെ. ഗിരിജയുടെ മോളാണോ? വേറെ എല്ലാവരും ആണോന്ന് അറിയണ കേട്ടോ.
മാധവി, ഈ പറയണവർക്ക് ഇതിനകത്ത് തന്നെ ഓരോരുത്തർ കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് കരിങ്കാളിപ്പട എന്ന് പറഞ്ഞിട്ടൊരു ഇതാണ് ഇതിനകത്ത് എഴുതി കാണിക്കുന്നത്. അവർക്കൊക്കെ അയ്യോ ചേച്ചിക്ക് കൊടുക്കുന്നുണ്ട്. ആരാണാവോ അത്? എന്നെ പറയണവർക്ക് കൊടുക്കുന്നുണ്ട് ഒരാൾ. ആരാണാവോ അത്? അതല്ല, എനിക്ക് ആൾക്കാരുണ്ടേ, നല്ല ഫ്രണ്ട്സുണ്ടേ. സുവിൻ, ശ്രീകുമാർ, നമസ്കാരം. പാടണില്ല, നിങ്ങൾ പൊക്കോളൂ, എനിക്ക് സൗകര്യമില്ല പാടാൻ. അപ്പോഴോ രേവതി, നമസ്കാരം. പിന്നല്ല സുനിയെ, മക്കൾക്ക് സുഖമാണോടാ സുനിയെ? മല്ലികയുടെ പേര് പറയുമ്പോൾ എനിക്ക് പേടിയാത്ര. എനിക്കാണോ പേടി? അത് പോവാ. അത് തന്നെ. ജോജിയെ ബ്ലോക്ക് ചെയ്യൂ ടീച്ചർ. എന്തിന് ബ്ലോക്ക് ചെയ്യണം? അവിടെ കിടന്നോട്ടെ. അവിടെ നമുക്കിപ്പോൾ എന്തൊന്നാ അവിടെ പറഞ്ഞിട്ട് പോട്ടേന്നേ. ഹായ് ടീച്ചർ, നമസ്കാരം. സുഖമാണോ? സുഖം 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 സുഖം. അയ്യോ, അറബി ഭാഷയൊക്കെ വരണം കേട്ടാ, നമുക്ക് വായിക്കാമെന്ന് പറഞ്ഞുകൂടാ. പ്രിയ, ഹായ് ചേച്ചി, നമസ്കാരം. ചേച്ചിനെ വിളിക്കണ്ട, ആരാ മോളെ? എനിക്ക് അറിഞ്ഞുകൂടാ. നിതീഷ്, ആര് പറഞ്ഞു? നിങ്ങൾക്കറിയാവോ ആ സത്യഭാമ ടീച്ചറിനെ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ നല്ലവരാന്ന് പറയില്ലേ? എന്താ നല്ലവരെന്ന് പറയുന്നത്? നിങ്ങൾ കണ്ടിട്ടുണ്ടോ അവരെ? അവരെന്നെ പഠിപ്പിച്ച ടീച്ചറായിരുന്നു. അവരെക്കുറിച്ച് നിങ്ങൾക്ക് എന്താ അറിയാം? എനിക്ക് അവരുടെ ചെറിയ പ്രായം മുതൽ, എന്നെ പഠിപ്പിച്ച കാലം മുതൽ എനിക്ക് അവരറിയാം. പിന്നെ നിങ്ങളറിയാത്ത കാര്യം എന്തിനാ വെറുതെ പറയുന്നത്? ഗോപകുമാർ, തരുൺ, ഹായ് ഷാജി, കവിത, നമസ്കാരം. നാഗ ലൈവിലിരിക്കുമ്പോൾ ഞാൻ കാണാറുണ്ട്. ഇപ്പോൾ ജോജീനെ എടുത്ത് കളയാൻ പറഞ്ഞ പോലെ ഇന്നെ ഞാൻ എടുത്ത് കളയും, ഇനി നീ വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എടുത്തങ്ങോട്ട് കളയുന്ന കാണാം. നാഗ കാണിക്കണ ഞാൻ കണ്ടിട്ടുണ്ട്. നാഗ സൈലന്ത്രി. അത് പറ്റി ഇതുവരെ ബഹുമാനം തോന്നിയില്ലേ? ഇപ്പോഴാണോ? ഗോപകുമാർ, നമസ്കാരം. അയ്യോ, എന്തെന്നാ മുഹമ്മദേ ഞാൻ പാടണ്ടേ? നിങ്ങൾ പറഞ്ഞു ശ്ലോകം ചൊല്ലുന്നത്. ഏത് ശ്ലോകമാണ് ചെല്ലണ്ടേ? നിങ്ങളുടെ അള്ളാഹുവിൻ്റെ ശ്ലോകമാണ് എന്നോട് പാടാൻ പറഞ്ഞത്. എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് അള്ളാഹുവിൻ്റെ പാട്ടൊന്നും അറിഞ്ഞൂടാ. നമ്മുടെ ഹിന്ദുക്കളുടെ പാട്ടും ഡാൻസിൻ്റെ പാട്ട്, സിനിമാ പാട്ടൊക്കെ എനിക്ക് അറിയുള്ളൂ, അല്ലാതെ അറിഞ്ഞൂടാ. കൃഷ്ണപ്രിയ, ഉണ്ണികൃഷ്ണൻ, നമസ്കാരം. ശ്രീമോൻ, എന്തോന്നടേ കളിയാക്കല്ലേ എന്നെ? ശ്രീമോനെ, ഇതാണ് ആ സൗന്ദര്യം? അതൊന്നും ഒരു സൗന്ദര്യമൊന്നും അല്ല കേട്ടോ. നിങ്ങൾ നല്ല ഭംഗിയുള്ളവരെ കാണാത്തതുണ്ടോ? അനീഷ്, എന്തോന്നാ അനീഷേ?
അനാവശ്യമാണ് എഴുതിയേക്കണം. അതിൻ്റെ ഇടയിലേ ഒരു മെസ്സേജിൻ്റെ ഇതൊക്കെ ഇങ്ങനെ എഴുതി കാണിക്കുക. ആ സരൂൺ നമസ്കാരം. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ എന്നോട് ഒന്നും പറയണം, നിങ്ങൾ മിണ്ടാതിരിക്കും ഇങ്ങനെയൊക്കെ പറയുമ്പോൾ. ഇല്ലേ, നമ്മൾ മറുപടി പറഞ്ഞു പോവും, അത്രയേ ഉള്ളൂ. അത് നിൻ്റെ അമ്മോട് ആദ്യം ചോദിച്ചിട്ടോ കേട്ടാ. രതീഷ് നമസ്തേ. ആ രാമ രാമ രാമ, ശരിയാ, കർക്കിടക മാസമാണ്, കറക്റ്റായിട്ട് അറിയാട്ടെ. ഹരേ രാമ 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 രാമ. ആ ശശിധരൻ നമസ്കാരം. അനിൽ ആരെ അതെവിടെ തുടങ്ങി? ചേൻ്റെ പേരിലൊക്കെ ഫാൻ അസോസിയേഷനൊക്കെ തുടങ്ങിയ അതെന്തിനത് കളിയാക്കി പറയണമായിരിക്കും. എനിക്കൊന്നും അങ്ങനെ ആരും ഉണ്ടാവില്ല. പിന്നെ അനീഷേ അമ്മോട് ചോദിച്ചിട്ട് വാ. ഞാൻ ഇവിടെ കണ്ടല്ലോ അമ്മേനെ ആ ബസ് സ്റ്റാൻഡിൽ. അനീഷേ അമ്മേനെ ബസ് സ്റ്റാൻഡിൽ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്കായിട്ട് കണ്ടല്ലോ അനീഷിൻ്റെ അമ്മേനെ. ഞാൻ വിചാരിക്കുകയും ചെയ്തു അനീഷിൻ്റെ അമ്മയാണല്ലോ അതൊന്നും. ഡോക്ടർ ഗായത്രി സുബ്രഹ്മണ്യ നമസ്തേ മോളെ. അനിൽകുമാർ നമസ്തേ. അതന്നെ അനീഷ ഞാൻ ചോദിക്കണേ, ബസ് സ്റ്റാൻഡിലൊന്ന് പോയി നോക്കാത്തത്. അയ്യോ മോനെ അമ്മ വീട്ടിൽ കാണാത്തോണ്ടായിരിക്കും അല്ലേ? അയ്യോ കഷ്ടമായി പോയേട്ടാ. ഞാനിപ്പോൾ കണ്ടേ ഉള്ളൂ കേട്ടാ തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ. ഇങ്ങോട്ട് വാ, നീ നാറിക്കാൻ ഇങ്ങോട്ട് വാടാ അനീഷേ. എന്നെ ഞാൻ വെല്ലുവിളിക്കണം. സുധീഷ് അമ്മൂമ്മയ്ക്ക് ചെമ്പരത്തി പോലെ നല്ല പിച്ചിപ്പൂ മേടിച്ചുകൊണ്ടെത്താ. ചെമ്പരത്തിപ്പൂ മോൻ്റെ അമ്മയ്ക്ക് ചെവിയിൽ വെക്കണമായിരിക്കും കുറച്ചുകൂടെ നല്ലത് കേട്ടാ. സുനീഷ് ആ ശരിയാ, സുനീഷ് രാജേ വീട്ടിലുണ്ടാടാ ചെമ്പരത്തി? മേടിച്ചുകൊണ്ട് തരണ അമ്മയ്ക്ക് ചെവിയിൽ വയ്ക്കാൻ. ഒരു കണ്ണാടി വേണ്ട, നല്ല അന്തസ്സായിട്ട് കണ്ണ് കാണാം. ബിജു എങ്ങനെ കണ്ണടിച്ചു പോകാനൊന്നും പോവില്ല. എപ്പോഴും അടിപൊളിയായിട്ട് പിള്ളേരെ അഭിനയമൊക്കെ പറഞ്ഞു കൊടുത്ത് ഡാൻസ് പഠിപ്പിക്കുന്ന ഒരാളാണ് ഞാൻ. പിന്നെ എങ്ങനെ കണ്ണൊക്കെ അടിച്ചു പോണത്? ഒന്നും അടിച്ചു പോവില്ല കേട്ടാ. ബിജുവിന് ആകപ്പാടെ സംശയം കണ്ണടിച്ചു പോകാൻ. എൻ്റെ ഒന്നും പോവില്ല ബിജു. ഇങ്ങോട്ട് വാ പവി, ഓടി വാ. പ്രശാന്ത് രാജൻ എനിക്ക് പിന്നെ മുകളിലേക്ക് കയറട്ടെ. ഒരുപാട് ഇഷ്ടമാണ്. സന്തോഷം. ശ്രീമാൻ നോക്കട്ടെ. ഓമലാളെ കണ്ടു ഞാൻ പോനിലാവിൽ. കേട്ടിട്ടില്ലേ പാട്ട്? നമുക്ക് ഭംഗിയുള്ള പാട്ടുകളൊക്കെയാണ് അത്. അതുകൊണ്ടാണ് അത് എഴുതി ഒക്കെ വിടണത്. ഓമലാളെ ദിനൂപ് അടിപൊളി. സന്തോഷം. അജയ്
ഏത് സ്ത്രീയെ പറഞ്ഞാലും കൊടുക്കണം. പിന്നെ നിങ്ങൾക്കൊക്കെ അമ്മമാരില്ലേ, പെങ്ങന്മാരില്ലേ, കല്യാണം കഴിച്ചവർക്ക് മക്കളില്ലേ, പെൺകുട്ടികൾ. അപ്പോൾ അവരൊക്കെ വലുതാകുമ്പോൾ ആരെങ്കിലും നിങ്ങളുടെ മക്കളൊക്കെ വലുതായിട്ട് അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുന്ന കാലത്തൊക്കെ എന്തെങ്കിലും പ്രശ്നമാകുമ്പോൾ നിങ്ങൾ പ്രതികരിക്കുമോ? പ്രതികരിക്കില്ലേ? അപ്പം വേദന വരും കേട്ടോ. അപ്പം വേദന വരും. ഇപ്പം ഒന്നും വരില്ല. ഇപ്പൊക്കെ അങ്ങ് ചോരത്തിളപ്പാണ് ഓരോരുത്തന്മാർക്ക്. ചോരത്തിളപ്പൊക്കെ അങ്ങ് മാറും. ഒരുപാട് സമയം വേണ്ട. ദൈവം കണ്ണു തുറന്നിരിക്കുകയാണ് ഇപ്പോൾ അവരുടെയൊക്കെ മുമ്പിൽ. കണ്ണത് ഒന്നിങ്ങനെ അടച്ചാൽ മതി, ഒരു സെക്കൻഡ്. എന്തിനും അങ്ങനെ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. എന്നെ പറയുന്ന ഒരുത്തനും രക്ഷപ്പെടില്ല, അത് ഉറപ്പാണ്. ഓക്കെ, കലാമണ്ഡലത്തിൽ പഠിക്കണം അല്ലേ? ചേച്ചിയുടെ ജാഗറ് കൊടുക്കുന്നോ? നല്ല വില തരാം. പിന്നെന്താ, കുറച്ച് ദിവസം ഓടിച്ചു കഴിഞ്ഞാൽ കൊടുക്കും. എന്തെന്നൊക്കെ ഇത്രയും പാടിയിട്ട് എന്നെയും വേണോ എന്നോ എന്തെന്നൊക്കെ എഴുതിയേക്കണം. മലയാളം എഴുതുകയാണെങ്കിൽ നേരെ എഴുതൂ. അതൊക്കെ തെറ്റാണ് എഴുതി വെച്ചത്. മുരളി, സന്തോഷം വാച്ച് ചെയ്യുന്നതുകൊണ്ട്. മനു ഹായ്. മധു ഹലോ, നമസ്കാരം. ഒരു 100 എണ്ണത്തിൽ 2-3 പേരേ ഉള്ളൂ കേട്ടോ അനാവശ്യങ്ങളൊക്കെ പറഞ്ഞു വന്നിട്ടുള്ളത്. അത് നിങ്ങൾ ഫേസ്ബുക്കിൽ കാണുന്നുണ്ടല്ലോ. അതുകൊണ്ട് അത് വലിയ കഥയൊന്നുമില്ല അതിനകത്ത്. ഈ തന്തയില്ലാത്തവന്മാർ വന്നിരുന്നിട്ട് ഓരോന്ന് പറയുന്നു, അല്ലാണ്ട് എന്ത് പറയും. വീട്ടിൽ തന്തയും തള്ളിയും തല്ലണവനൊക്കെ ആയിരിക്കും ഇവനൊക്കെ. തന്തയും തള്ളിയും തല്ലണം ആ മക്കളുണ്ടല്ലോ ഇപ്പോഴേ. അപ്പോൾ അങ്ങനെയുള്ളവർ എന്നെ പറയാൻ പഠിക്കുമോ? ഇല്ല, നല്ലപോലെ പറയും. പറഞ്ഞോട്ടെ. ഞാൻ എൻ്റെ ഡ്യൂട്ടി ഇങ്ങനെ കറക്റ്റായിട്ട് ഞാനിങ്ങനെ ഒളിച്ചും പാത്തും. അയ്യോ എന്തിനാ നമ്മൾ ഇതൊക്കെ കേൾക്കുന്നേ, നമുക്ക് പിന്നെ മതിയാക്കാം ഇത്. അങ്ങനെയൊന്നും എനിക്കില്ല. എന്തിനാ അത്? അങ്ങനെയൊന്നും എനിക്ക് യാതൊരു തോന്നലുണ്ടായിട്ടില്ല കേട്ടാ. എപ്പോഴും സ്മാർട്ട് തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ പ്രായമാവുന്ന എല്ലാവരും പ്രായമാവും അല്ലേ? ഒരു ബുദ്ധിയും ബോധം ഉണ്ടോ നോക്കി. ഒരു ശകരം ബുദ്ധിയുള്ളവരാണെങ്കിൽ പറയുമോ? നമ്മൾ ജീവിക്കുന്നു, കുറേ കാലം ജീവിക്കും. ചിലർ ചെറിയ പ്രായത്തിലേ മരിക്കുന്നില്ല, മരിച്ചു പോവും. ദൈവം വിളിക്കുമ്പോൾ അങ്ങ് പോവും. അല്ലാതെ നമ്മളിങ്ങനെ വല്ല അമൃത് കഴിച്ചിട്ടിരിക്കുക. പണ്ടുള്ളവർ പറയുമല്ലോ അമൃത് കഴിച്ചാൽ മരിക്കില്ല എന്നൊക്കെ, പുരാണത്തിലൊക്കെ പറയണ്ടല്ലോ. അപ്പോൾ അമൃത് കഴിച്ചിട്ടൊന്നുമല്ലല്ലോ ആരും ഇരിക്കുന്നത്. മരണം എല്ലാവരും കൂടിയുണ്ട്, മരണവും രോഗവും. ദിനൂപ് നമസ്കാരം. അല്ലാണ്ട് അതൊന്നും രാജശ്രീ ആക്രമിക്കട്ടെ, നമുക്കതൊന്നൊരു വിഷയമല്ല. ഇവരൊക്കെ പറഞ്ഞാൽ നമുക്ക് നമ്മുടെ തൊഴിലോ. രാജശ്രീ ആണെങ്കിൽ നിർത്താൻ പറ്റുമോ? രാജശ്രീ ഡാൻസൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളായിരിക്കും എനിക്കറിയാം, നല്ല പോലെ ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മളങ്ങനെ ഒരാൾ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടേ. ആഹോ, അത് ശരി. ഹിന്ദു ശ്ലോകമാണോ? കസ്തൂരി തിലകം ലലാടഫലകേ വർഷസ്ഥലേ കൗസ്തുഭം നാസാദ്രേ നവമൗക്തികം കരതലേ വേണുകരേ കങ്കണം. ഇതാണ് ഒരു ചെറിയ ശ്ലോകം. ഇന്നലെ മയങ്ങുമ്പോൾ
ജയകുമാർ, പഴയ ഗാനാണ്. ഒരു മണി കീനാവിൻ്റെ പൊന്നിൻ ചിലമ്പൊലി കേട്ടുണർന്നു ഇന്നലെ മയങ്ങുമ്പോൾ ഒരു മണിക്കീനാവിൻ്റെ പൊന്നിൻ ചിലമ്പൊലി കേട്ടുണർന്നു മാധവമാസത്തിൽ ആദ്യം വിരിയുന്ന മാധവമാസത്തിൽ ആദ്യം വിരിയുന്ന മാതളപ്പൂമൊട്ടിൻ മണം പോലെ ഓർക്കാതിരുന്നിട്ടും ഒരുങ്ങാതിരുന്നിട്ടും ഓർക്കാതിരുന്നിട്ടും ഒരുങ്ങാതിരുന്നിട്ടും ഓമനെ നീ എൻ്റെ അരികിൽ വന്നോ ഓമനെ നീ എൻ്റെ അരികിൽ വന്നോ ഇന്നലെ മയങ്ങുമ്പോൾ ഒരു മണിക്കീനാവിൻ്റെ പൊന്നിൻ ചിലമ്പൊലി കേട്ടുണർന്നു. പാട്ട് പാടിയേ, അത് 1-2 പേര് പാടാൻ പറഞ്ഞു, പാടി. ഇനി അതിന് കുറ്റം ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. കലാമണ്ഡലം പ്രജീഷ ഗോപിനാഥ്, മോളെ സന്തോഷം. ഞാൻ നിന്നെ ഒന്ന് കാണാനായിട്ട്, മോളെ കഥകളൊക്കെ ഞാൻ പിന്നീടാണ് അറിഞ്ഞത് കേട്ടോ. ഞാൻ ടീച്ചറിന് വളരെ ദുഃഖമായി. ടീച്ചർ അന്ന് കലാമണ്ഡലത്തിൽ വന്നപ്പോൾ നിങ്ങളെയൊക്കെ കണ്ടതല്ലേ 2 പേരെ. മോളെ സുഖമായിരിക്കണം, അടിപൊളി കേട്ടോ. മോളെ കളിയൊക്കെ ഞാൻ കാണാറുണ്ടേ. ഞാൻ ഒരു ദിവസം വരാം കേട്ടോ, മോളെ വീട്ടിൽ വരാം. ഞാൻ തൃശ്ശൂർ വരുമ്പോഴേ ഓക്കെ മോളെ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നിൻ്റെ കളി കാണാൻ. സുന്ദരിയാണ് നീ കേട്ടോ. സുഖമായിരിക്കണമല്ലോ പ്രജീഷേ. വിളിക്കണേ മോളെ, എൻ്റെ നമ്പർ ഉണ്ടെങ്കിൽ വിളിക്കും. മോളെ നമ്പർ എനിക്ക് അയച്ചു തല്ലെങ്കിൽ ഞാൻ വിളിക്കാം. ഓക്കെ. സന്ധ്യ നമസ്കാരം. മണിയപ്പൻ, ജയകുമാർ, സന്തോഷം വാച്ച് ചെയ്യുന്നുണ്ട്. സുനിൽ നമസ്കാരം. അഡ്വക്കേറ്റ് സജീവ് നമസ്കാരം. നമസ്കാരം. വക്കീലെ നമസ്കാരം. കലാക്ഷേത്ര അശ്വതി നമസ്കാരം മോളെ. ടീച്ചർ മോളിടുന്ന മെസ്സേജൊക്കെ കാണാറുണ്ട് കേട്ടോ. അയ്യോ കഷ്ടമായി. വട്ടിന് ഇവിടെ ഇഷ്ടം പോലെ സ്ഥലമുണ്ട് തിരുവനന്തപുരത്ത്. വട്ടാണേ. സുഖമാണ് ഷാജു. പാട്ട് കേട്ടപ്പോൾ പോയെന്നാണ്. മുഹമ്മദ് ആ വഴി പോയി. ബ്യൂട്ടിഫുൾ. ജോൺ മോൻ നമസ്കാരം. ബിജ എന്നിട്ടുണ്ട്, എന്നാ മനസ്സിലായില്ല. നമസ്കാരം. രാജൻ നമസ്കാരം. സത്യമായിട്ട് നിൻ്റെ പേര് വായിക്കാൻ എനിക്ക് പറ്റില്ല. സൈദുള്ള എന്തുട്ടാണ്? അത് 2:45 കാര്യമില്ല. അതിനോടത്ത് സംസാരിച്ചിട്ട് കാര്യമില്ല. 2:45 നമ്മൾ എഴുതിയിട്ടുള്ളൂ. കാര്യമില്ല, അതിനെ എടുക്കൂല. അത് എടുക്കാത്ത പൈസയാണ്.
ഇങ്ങനെ ഉരുളയ്ക്ക് ഉപ്പേരി കൊടുക്കുന്നതുകൊണ്ടാണ് ഈ നാഗസൈരന്ധ്രിയെ പോലുള്ളവരൊക്കെ നിങ്ങൾ കാണുന്നില്ലേ, ആ കൊച്ച് നല്ല കൊടുക്കും തിരിച്ച്. അത് കാരണം അതിന് അനാവശ്യം പറഞ്ഞ എല്ലാവരും. അത് പക്ഷെ ഒരു പാവം കൊച്ചത്, ഞാൻ കണ്ടതല്ല അതിനെ. ആ രാജശ്രീ, അതെ, പ്രതികരിക്കണം ടീച്ചർ. പിന്നെ അല്ലാതെ രാജശ്രീ പ്രതികരിക്കുക തന്നെ ചെയ്യും. ഇനിയിപ്പോൾ എന്നെ പറഞ്ഞിട്ടുള്ളവർക്ക് നാളെ ഞാൻ വെട്ടിപ്പായിട്ട് അങ്ങ് ഇടും. അപ്പോൾ അതൊക്കെ ജനം അങ്ങോട്ട് കാണട്ടെ. കേട്ടാ എന്നെ പറഞ്ഞിട്ടില്ല. ഇപ്പോഴത്തെ പെൺകുട്ടികളുടെ ആത്മഹത്യയെക്കുറിച്ച് ടീച്ചർക്ക് എന്താണ്? അയ്യോ എൻ്റെ പൊന്നെ, ആത്മഹത്യയൊന്നും ചെയ്യാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ ഇവന്മാരൊക്കെ പറഞ്ഞു കേൾക്കുമ്പോൾ നമ്മൾ എത്ര പ്രാവശ്യം ആത്മഹത്യ ചെയ്യണം അല്ലേ? അതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. ആത്മഹത്യ ചെയ്യാൻ പാടില്ല. അന്തസ്സായിട്ട് ജീവിച്ച് കാണിച്ചു കൊടുക്കണം. ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് സുനിൽ എന്നെ ടീച്ചറിന്ന് വിളിക്കാനായിട്ട്. കേട്ടാ, നീ വിളിക്കണ്ട കേട്ടാടാ. നീ വിളിക്കണ്ട കേട്ടാ. ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. എൻ്റെ മോൻ്റെ അമ്മേനെ ടീച്ചറിന്ന് വിളിച്ചോളൂ എന്നാ. സ്കൂളിൻ്റെ പടി പോലും കയറാത്ത നിൻ്റെ അമ്മ മഴ പെയ്തപ്പോഴെങ്കിലും ആ സ്കൂളിൻ്റെ വരാന്തയിൽ കയറിയെന്നുണ്ടാവില്ല. അവരെ പോയി വിളിച്ചോളൂ കേട്ടാ. എനിക്കിതിൽ ഇഷ്ടം പോലെ നല്ല അന്തസ്സായിട്ട് കുടുംബത്തിൽ ജനിച്ച് വളർന്ന ഇഷ്ടം പോലെ പയ്യന്മാർ ഇതിനകത്തുണ്ട്. മനസ്സിലായോ? അവർ വിളിച്ചോളൂ എന്നെ ടീച്ചറെന്നൊക്കെ. നീ വിളിക്കണ്ട. ആ അത് തന്നെ. വീട്ടിലുള്ളവരെയൊക്കെ വിളിച്ച് ശീലിച്ചിട്ടുള്ളവരാണ് പുറത്തുള്ള പെണ്ണുങ്ങളെയൊക്കെ വിളിക്കുന്നത്. അത് പറഞ്ഞിട്ട് കാര്യമില്ല. എന്താ വെച്ചാൽ അച്ഛനും അമ്മയൊന്നും പറഞ്ഞാൽ കേൾക്കാത്ത മക്കളല്ലേ ഇപ്പോഴേ. അപ്പോൾ അവർ വീട്ടിൽ സ്വന്തം അമ്മേനെയും വിളിക്കുന്നുണ്ടാവും ഇതേപോലെയൊക്കെ. അതാണല്ലോ മറ്റുള്ളവരെ വിളിച്ച് അവർക്ക് നല്ല പ്രാക്ടീസ്, നാക്കിന് നല്ല തഴക്കവും പഴക്കമൊക്കെ വന്നിട്ടുള്ളത്. താങ്ക് യു അല്ലേ ചിത്ര, നമസ്കാരം. അരുൺ, നമസ്കാരം. ആ അതെ, പാട്ട് ഞങ്ങൾക്ക് സബ്ബായിട്ട് അവിടെ പഠിക്കണം അരുൺ. ഇപ്പോഴേ ഇപ്പം ഏകദേശം അരമണിക്കൂർ 3/4 മണിക്കൂറൊക്കെ ആയിരുന്നാണ്. അപ്പോൾ വൈൻഡപ്പ് ചെയ്യാൻ പോവാണേ. അന്ന് കറക്റ്റായിട്ട് മോനെ എന്നെ ഒന്ന് വിളിച്ചേ ഫോണിൽ. ടീച്ചറിൻ്റെ ഒരു ഫാൻസ് അസോസിയേഷൻ തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്നെ ഒന്ന് വിളിക്കാവോ? അന്ന് ഞാൻ ഉറപ്പായിട്ട് ഞാൻ നിങ്ങളുടെ നാട്ടിലെത്തും. ചങ്കൂറ്റുണ്ടോ എന്നെ നാട്ടിലെത്തിച്ച് എന്നെ നിങ്ങളുടെ ആ വേദിയിലിരുത്താനായിട്ട്? പക്ഷെ പേരെനിക്ക് ഇതിനകത്ത് കയറിപ്പോയി. ടീച്ചറമ്മയുടെ ഒരു ഫാൻസ് അസോസിയേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാനാണ് പ്രസിഡൻറ്റ്. വിപുലീകരണത്തിന് കാശിൻ്റെ ആവശ്യമുണ്ട്. പിന്നെന്താ, അതൊന്നും എനിക്ക് ഒരു വിരോധമില്ല. ഞാൻ ഇതിനു മുമ്പ് ലൈവിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ കുറച്ചൊക്കെ ചാരിറ്റി ചെയ്യുന്ന ആളാണ് കേട്ടോ. പക്ഷെ ഡയറക്റ്റ് കൊടുക്കുകയുള്ളൂ, ആരെങ്കിലും കൊടുത്തു വിടില്ല. അഭിരാമി വിനോദ്, നമസ്കാരം. നിജോ, നമസ്കാരം. എന്തെന്നാ എന്നെ കുറ്റം പറഞ്ഞിട്ടാണ് അത് എഴുതണത്. അതിൻ്റെ ഇടയിലെ ഒരു മെസ്സേജിൽ നിന്ന് ഇങ്ങനെ എഴുതി കാണിക്കണം കേട്ടോ. 4723 ന്യൂ കമൻസ് എഴുതി വെച്ചിട്ടുണ്ട്. അത് തന്നെ അതിൻ്റെ എഴുതിയതിൻ്റെ മുകളിൽ അത് കയറി വരുന്നു. എന്നെ തപം ചെയ്തനെ യശോദ, എന്നെ തപം ചെയ്തനെ യശോദ, എന്നെ തപം ചെയ്തനെ യശോദ, എന്നെ തപം ചെയ്തനെ, എന്നെ തപം ചെയ്തനെ, എന്നെ തപം ചെയ്തനെ.
ഇതെന്തിനാ അറിയോ പാടിയത്? ഒരു പയ്യൻ എൻ്റെ അടുത്ത് പാടാൻ പറഞ്ഞേ, എന്നത്തവൻ പാടുമോ ടീച്ചറെ എന്ന് ചോദിച്ചു, അതുകൊണ്ട് പാടിയതാണേ കേട്ടാ. അതാണ് രണ്ട് വരി പാടുന്നത്. രഞ്ജിത്ത് കൊല്ലം, നമസ്കാരം മോനെ. പത്മ കുമാരി, നമസ്കാരം. പാട്ടൊക്കെ മതിയല്ല. ഒരു ജതി വേണമെങ്കിൽ പറയാം. ജതി ഡാൻസിൻ്റെ ജതി. താരി തരി തകണ്ണ തക്കണ്ണക്ക ജം ജം, തരി തരി തകണ്ണ തക്കണ്ണക്ക ജം ജം, താരി തരി തകണ്ണ ജം, തത്ത ജം തത്ത ണം തത്ത റോം തത്ത തീം തരി തരി തകണ്ണ ജം, തത്ത ജം തത്ത ണം തത്ത റോം തത്ത തീം തരി തരി തകണ്ണ ജം 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 തരി തരി തകണ്ണ ജം 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 തത്ത ജം തി തത്ത ജം തോ തത്ത ജം നം തത്ത ജം താം തജം തി തജം തോം തജം നം തജം ത തി തൊം നം തത്തീം തരകടക തത്തീം തരകടക തത്തീം തരകടക തത്തീം തരകടക തത്തീം തരകടക തത്തീം തരകടക തോം തക തോം തീം തരകടക തോം തക തോം തീം തരകടക തോം തക തോം തീം തരകടക. നിസ്സാര കാര്യമൊന്നുമില്ല ഇത് വായിൽ വരുന്നതൊക്കെ, മനസ്സിലായ? എന്നിട്ട് നമ്മൾ ഡ്യൂപ്ലിക്കേറ്റാണ്, എടുക്കാത്ത പൈസയാണെന്നൊക്കെ പറഞ്ഞിട്ട്. സുനിലേ, നീ ഒന്ന് പോടാ ചെറുക്ക, നിനക്ക് വേറെ ജോലിയൊന്നും ഇല്ലേ? അമ്മ ഉണ്ടാ മോനെ വീട്ടിൽ? ഓക്കേ. അപ്പോൾ ഞാൻ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. എന്നെ പറഞ്ഞിട്ടുള്ളവർക്കൊക്കെ നാളെ വെട്ടിപ്പായിട്ട് തരാം കേട്ടാ. എന്നിട്ട് എടുത്ത് വെച്ച് നോക്കണേ, എൻ്റെ പേജ് ഒന്ന് നോക്കണം കേട്ടാ. ഓക്കെ, ബൈ എല്ലാവർക്കും, ബൈ, നമസ്കാരം. അടുത്ത ദിവസം കാണേ കേട്ടാ. ടീച്ചർ പിന്നോട്ടൊന്നും പോവില്ല, മുന്നോട്ട് തന്നെ വരും. ഓക്കേ.